വേറൊരാളൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങും, വേറൊരാൾ ജെൻഫെയർ ഷോപ്പ് തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പൊ വേറൊരാൾ ടൈൽസിന്റെ ഷോപ്പ് തുടങ്ങും, വേറൊരാൾ സാനിറ്ററി ഷോപ്പ് തുടങ്ങും. 99% അങ്ങനെ വേറൊരാളുടെ സക്സസ് കണ്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ച ബിസിനസ്സിൽ വിജയിച്ചിട്ടില്ല. ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് അനാലിസിസ് ആണ് നമ്മുടെ റെഡ് ബസിന്റെ വിജയത്തിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു കേസ് സ്റ്റഡി ആംഗിളിൽ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഓൺട്രപ്രണർഷിപ്പിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അതായത് ആരാണ് ഓൺട്രപ്രണർ ആവേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ റെഡ് ബസിന്റെ ഒരു ജേർണി എടുത്ത് നോക്കിയാൽ നമുക്കത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നോവേഷൻ നമ്മളെ എല്ലാവരും ഒരുപാട് ഉപയോഗിച്ച് എന്താ പറയുക, വളരെ ക്ലീഷേഡ് ആയിട്ടുള്ളൊരു വാക്കാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് എഗെയിൻ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് റെഡ് ബസ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു കേസ് സ്റ്റഡി എന്താണ്, നമുക്ക് അതിന്റെ ഒരു ജേർണി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ടിൽ എൻഡ് ഓഫ് ദിസ് വീഡിയോ. 2005 ഫനീന്ദർ സാമ എന്ന് പറഞ്ഞ ആള് അയാളുടെ നാട്ടിലേക്ക്, ബാംഗ്ലൂർ ജോലിയാണ്, അറിയാലോ 2005 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ IT റെവല്യൂഷന്റെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബിന്റെ ഒക്കെ തന്നെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ആളുകളൊക്കെ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ജോലിക്ക് വേണ്ടി ആദ്യം ബാംഗ്ലൂരിലേക്ക് കയറി പോകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു PGയിലോ അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഒക്കെ എടുത്ത് എല്ലാവരും താമസിക്കുന്ന ഒരു കാലം. അവിടെ ഇന്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണ്, ഒരു ഹാർഡ്വെയർ ലെവലിലുള്ള ഒരു എംബഡഡ് ഡിസൈനർ അല്ലെങ്കിൽ എംബഡഡ് പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നാടായ ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബസ്സിനൊരു ടിക്കറ്റ് അന്വേഷിക്കുകയാണ്. അത് അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടുന്നില്ല. അന്ന് ആ കാലഘട്ടത്തില് ഓരോ ബസ് ടിക്കറ്റ് ഏജന്റുമാരുടെയും സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പൊ ആ കാലത്തൊക്കെ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. നമ്മളൊക്കെ മടിവാളയിൽ, ഇപ്പൊ ഞാനും പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ മടിവാളയിലൊക്കെ പോയി, മടിവാളയിൽ ഓരോ ബസ്സിന്റെ ടിക്കറ്റിന്റെ അവിടെയും പോയി നമ്മൾ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു എന്റെയൊക്കെ ഓർമ്മയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, തോമസ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും മന്ത്രിയുടെ ഒക്കെ പദവി, നമ്മളിങ്ങനെ ചെന്ന് പൊളിറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് നിവേദനം കൊടുക്കണ മാതിരി തോമസ് ഏട്ടനായിട്ടൊക്കെ ബന്ധം ഉണ്ടാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പുള്ളിയാണ്. ടിക്കറ്റ് എടുക്കാൻ നാട്ടിലേക്ക് പോകാനുള്ള ഫ്രീഡമാണ് തോമസ് ഏട്ടനായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ തോമസ് ഏട്ടന്റെ മുകളിലുള്ള പരിചയം എന്നൊക്കെ പറയുന്നത് നാട്ടിലേക്ക് പോകാനുള്ള ഫ്രീഡമാണ്. അപ്പൊ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി എൻജോയ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഭയങ്കര പുള്ളി ആ സർക്കിളിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പൊ പലർക്കും അത് ഓർമ്മ ഉണ്ടാവും, ആളെ പേരൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. എനിവേസ്, അപ്പൊ അന്ന് നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓഫീസിൽ പോയി, ഓരോരുത്തരുടെ ഓഫീസിൽ പോയി, ഓരോ ബസ് ടിക്കറ്റ് ഏജന്റുമാരുടെ ഓഫീസിൽ പോലാണ് നമ്മുടെ പ്രധാന പണി, ടിക്കറ്റ് എടുക്കാനുള്ള പണി. നമ്മളെ പോലെ തന്നെ നമ്മളും പോയി, ഫനീന്ദർ സാമിയും പോയി. പക്ഷെ നമ്മുടെ തലയിലൊന്നും ഒരു ആശയം ഉദിച്ചില്ല, അയാളുടെ തലയിൽ ഒരു ആശയം ഉദിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പോയിട്ട് ടിക്കറ്റ് കിട്ടാണ്ട് ആയപ്പോ അയാൾക്ക് തോന്നി, എന്നെ പോലെ ടിക്കറ്റ് കിട്ടാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അദ്ദേഹം ഭയങ്കര നിരാശനായിട്ട് അദ്ദേഹത്തിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നു. ബട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, എന്നെ പോലെ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ, എനിക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ബസ് ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റിന്റെ കയ്യിൽ ചിലപ്പോൾ ഹൈദരാബാദിലേക്ക് ഒരു ടിക്കറ്റും ഉണ്ടാവും, പക്ഷെ ഞാനത് അറിയുന്നില്ലല്ലോ എന്ന് അദ്ദേഹം അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ആ ഒരു തോട്ടിൽ നിന്നാണ് അദ്ദേഹം റെഡ് ബസ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം മനസ്സിൽ അദ്ദേഹത്തിന് വരുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, റെഡ് ബസ് എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ ഗോ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളൊരു മാർക്കറ്റിംഗ് പ്ലാൻ, ഗോ ടു മാർക്കറ്റ് പ്ലാൻ ഉണ്ടാക്കണല്ലോ. ഫസ്റ്റത്തെ ഗോ ടു മാർക്കറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ, നിങ്ങളൊരു ഓൺട്രപ്രണർ ആവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സെക്ടർ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോ ഫനീന്ദർ സാമയുടെ എക്സ്പീരിയൻസ് ഞാൻ വിവരിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൺട്രപ്രണർഷിപ്പില് ഇപ്പൊ നിങ്ങളൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിലും, നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫേമിന്റെ അടുത്ത് പോവുകയാണെങ്കിലും, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം മറ്റൊരാൾ നമുക്കത് സോൾവ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ അയാൾക്ക് ഇത്ര രൂപ കൊടുക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്. ഈ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടിങ് കിട്ടി എന്നുള്ളത് നമ്മളൊരു മാനദണ്ഡമാക്കണോ എന്ന് ചോദിച്ചാൽ, നമ്മളല്ലാത്ത ഒരു ബിസിനസിനെ വളരെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിനെ അസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ വളരെ സയന്റിഫിക് ആയിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ IIM എന്നും IIT എന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളുകൾ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, അവര് നമ്മുടെ ബിസിനസിനെ അനലൈസ് ചെയ്ത് ദിസ് മൈറ്റ് സക്സീഡ് എന്നുള്ള രീതിയിൽ, ഇത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആണ് അവർ ഫണ്ട് തരിക. അപ്പൊ ഫണ്ട് തരിക,
ഫണ്ട് കിട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു സക്സസ് ആവും എന്നുള്ള ഒരു വാലിഡേഷൻ കൂടിയാണ്. സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും അത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ മറഡോണയുടെ ഗോൾ പോലെ ഒരു ദൈവത്തിന്റെ കൈ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അതിനെ എടുത്ത് ബിൽഡ് ചെയ്ത് അതൊരു സൊല്യൂഷൻ ആക്കി നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് അത് എത്തിച്ച് അങ്ങനെ അതിന് റവന്യൂ മേക്കിംഗ് മോഡൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ബിസിനസ് എന്നുള്ളതിന് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും അതിലൊരു സംശയമില്ലാത്തൊരു കാര്യം കേട്ടോ. പലപ്പോഴും ഞാൻ തുടങ്ങിയ 1-2 ബിസിനസ്സുകൾ പരാജയപ്പെട്ടതും വിജയിച്ചതും ഒക്കെ എടുത്തു നോക്കിയ സമയത്ത് നമ്മൾ ചിന്തിച്ച, നമുക്ക് ആഗ്രഹം തോന്നിയ, നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ കൊറോണ സമയത്ത് ഞങ്ങൾ വാട്ട്ഷോപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചെയ്തായിരുന്നു. അത് നമ്മുടെ ഒരു ആവശ്യത്തിൽ നിന്ന് നമ്മൾ ചെയ്തതായിരുന്നു. അത് ഭയങ്കര സക്സസ് ആയി. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഓൺടർപ്രണർഷിപ്പ് ഇപ്പം നമ്മൾ പലപ്പോഴും ഈ പോയിന്റ് അടിവരയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, വേറൊരാൾ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങും, വേറൊരാൾ ജെൻഫെയർ ഷോപ്പ് തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ മറ്റൊരു ബിസിനസ് ആണ് ഫ്ലോറിങ്സിന്റെ ബിസിനസ് ആണ്. ഇപ്പൊ വേറൊരാൾ ടൈൽസിന്റെ ഷോപ്പ് തുടങ്ങും, വേറൊരാൾ സാനിറ്ററി ഷോപ്പ് തുടങ്ങും. അത് വിജയിച്ചു എന്ന് കണ്ട് എല്ലാവരും കൂടെ അതിന്റെ പിറകെ പോകും. ഒരിക്കലും അങ്ങനെ പിറകെ പോയിട്ട് 99% അങ്ങനെ വേറൊരാളുടെ സക്സസ് കണ്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ച ബിസിനസ്സിൽ വിജയിച്ചിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ മാർക്കറ്റിൽ, ഞങ്ങൾ വെല്ലുവിളിച്ച് പറയാം, നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ നമ്മളിത് കോപ്പി ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും വിജയിക്കാത്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ലാണ് ആദ്യം വേണ്ടത്. ടു ബി എൻ ഓൺടർപ്രണർ നമ്മൾ നമ്മളെ തന്നെ നന്നായി ഒബ്സർവ് ചെയ്യും. നമുക്ക് നമ്മളെ പറ്റി സെൽഫായിട്ടൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ റെഡ് ബസിന്റെ ജേർണിയിലേക്ക് വന്നാൽ, റെഡ് ബസിന്റെ ജേർണിയിൽ അങ്ങനെ അയാൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം വേണമെന്ന് വിചാരിച്ചിട്ട് അവര് നോക്കിയപ്പോ ഇത് ഒരു പ്രോഗ്രാം എഴുതണ്ടേ, ഈ പ്രോഗ്രാം എഴുതാൻ ഒരു വരി കോഡ് എഴുതാൻ ഇവർക്ക് അറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കോഫൗണ്ടറും കൂടെ ബുക്ക് വാങ്ങി പഠിച്ചിട്ടാണ് അവർ ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട ഒരു സ്കിൽ സെറ്റ് ആണ് ലേണിംഗ് സ്കിൽ സെറ്റ്. നമുക്ക് അറിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ മസ്റ്റ് ആയിട്ടും നമുക്ക് അറിയില്ലേ, നമ്മൾ ഹയർ ചെയ്യുന്നതിനേക്കാളും നമ്മളത് ലേൺ ചെയ്ത് പഠിച്ച് നമ്മളത് ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, ഈ പ്രോഡക്റ്റിന്റെ മുകളിലും ഈ പ്രൊജക്ടിന്റെ മുകളിലും ഒരു ഗ്രാസ്പ് ശരിക്കും ഉണ്ടാവാൻ നല്ലത് അതാണ്. അങ്ങനെ അവര് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ജേർണിയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ലേണിംഗ് വേണം, നമ്മൾ തന്നെ അത് കൈകൊണ്ട് ആ കോഡ് എഴുതാണ് ഏറ്റവും നല്ലതെന്ന് രണ്ടാമത്തെ സ്ഥിതിയിൽ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇനി ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം. ഇനി GTM ആണ്. GTM എന്ന് പറഞ്ഞാൽ ഗോ ടു മാർക്കറ്റ് പ്ലാൻ. ഗോ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, ഇത് ആളുകൾ ഉപയോഗിക്കണ്ടേ. ആളുകൾ ഉപയോഗിക്കണമെങ്കിൽ ഏത് റൂട്ട് പോകണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. GTM അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ, അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റിന്റെ അടുത്ത് ഓഫീസിൽ പോയി അവർ ബ്രിക്ക് ആൻഡ് മോട്ടോർ ഓഫീസിൽ പോയി എടുക്കണം ആ ടിക്കറ്റ്. ആ ഒരു പെയിൻ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓൺലൈനിൽ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഇരുന്നിടത്തുനിന്ന് എടുക്കാം. യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ആണ് ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ്. പക്ഷെ അങ്ങനെ പാസഞ്ചേഴ്സിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റുമാര്, ബസിന്റെ ഓണർമാര് സീറ്റ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യണം. സീറ്റിന്റെ ഇൻവെന്ററി അത് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു ചിക്കൻ എഗ് പ്രോബ്ലം ഉണ്ട്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അവരാദ്യം ഏത് റൂട്ട് പിടിക്കാം എന്നിങ്ങനെ ആലോചിച്ചപ്പോ GTM ആദ്യം കണ്ടത് ബസ് ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റുമാരുണ്ടല്ലോ, ഏജന്റുമാർക്കുള്ള ഒരു ERP, ഒരു മിനി ERP സിസ്റ്റം. ആ ERP സോഫ്റ്റ്വെയർ അതെന്താ വെച്ചാൽ അവരുടെ ഈ ഡേ ടു ഡേ പ്രോസസ്സിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനും ഡിജിറ്റൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവരുടെ ഫുൾ പ്രോസസ്സും ഫുൾ മാനുവൽ ആയിട്ടുള്ള അവരുടെ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിജിറ്റൈസ് ചെയ്താൽ അപ്പൊ ഇൻവെന്ററി ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ, അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ERP സിസ്റ്റമായിട്ട് ഇവർ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റുമാരെടുത്ത് പോയി, നിങ്ങൾക്ക് ഇതാ ഒരു പുതിയ ERP സിസ്റ്റം, പുതിയൊരു സോഫ്റ്റ്വെയർ, നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യാനുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇതാണെന്നും പറഞ്ഞിട്ട് ഇത് ഈ ബുക്കിംഗ് ഏജന്റുമാരെടുത്ത് കൊണ്ടേ. ബുക്കിംഗ് ഏജന്റുമാര് അവിടെ ഭയങ്കര തിരക്കിലിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവൻ ഒരു പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്കൊന്നും മാറാനും അഡോപ്റ്റ് ചെയ്യാനും എന്നുള്ള സമയം ഇവർക്കില്ല. അങ്ങനെ അത് വളരെ ദാരുണമായി ഫെയിലായി. അങ്ങനെ ഒരു ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്ത് പോയി. ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ ടിക്കറ്റ് വിറ്റ് പോണത് ഈ ഏജന്റുമാർ ത്രൂ ആണ്, ഞങ്ങൾക്ക് നിലവിൽ നിങ്ങൾ തരുന്ന സംവിധാനങ്ങളൊന്നും യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഇവര് വീണ്ടും എന്ത് ചെയ്തു, ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അവര് എഗെയിൻ അവരൊരു മെന്റർ അടുത്ത് പോയി. അവർ ഡെഡ് എൻഡിൽ എത്തിയ പോലെ അവർക്ക് ഫീൽ ചെയ്തപ്പോൾ അവർ പിന്നെ ഒരു മെന്റർ അടുത്ത് പോയി. അന്ന് ബാംഗ്ലൂരിൽ ഈ മെന്റർഷിപ്പ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അന്ന് കേരളത്തിൽ ആ ഇക്കോസിസ്റ്റം ഇല്ല. അന്ന് ബാംഗ്ലൂർ ആ ഒരു മെന്റർഷിപ്പ് ഉണ്ട്. അത് ടൈ എന്ന് പറഞ്ഞിട്ട്, ടൈ നല്ല ഇവിടെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ടൈയില് പോയി ഒരു മെന്റർഷിപ്പിന്റെ അടുത്ത് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ബസ് ഓപ്പറേറ്റേഴ്സിനെയും ഒന്നുമല്ല, നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ടാർഗറ്റ് ഓഡിയൻസിനെ തന്നെയാണ്. ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്തും ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റിന്റെ അടുത്തും പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ERPയിലേക്കൊന്നും അവര് ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പാസഞ്ചേഴ്സിനെ തന്നെ പോകും, പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യും, എന്നിട്ട് അതിനു വേണ്ടി ബാക്കോട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബാക്കോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റ് കോപ്പറേറ്റ് ചെയ്യണം, ബസ് ഓപ്പറേറ്ററും കോപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ബുക്കിംഗ് ഏജന്റ് അടുത്ത് പോയി. ബുക്കിംഗ് ഏജന്റ് അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളവിടെ നോർമലി വിറ്റ് പോകുന്ന അത്രയും സീറ്റ് നിങ്ങൾ വിറ്റോ, അതിന്റെ ബാലൻസ് കുറച്ച് സീറ്റുകൾ വിറ്റ് പോവാതെ സാധാരണ വരാറുണ്ടല്ലോ, അത് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അങ്ങനെ ആ ബാക്കിയുള്ള സീറ്റ്, അതായത് വേക്കന്റ് ആവും എന്ന് ബുക്കിംഗ് ഏജന്റിന് തോന്നുന്ന ഒരു നമ്പർ, അതായത് അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സർട്ടൺ നമ്പർ, സേ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 സീറ്റില് ഒരു 7 സീറ്റ് വിറ്റ് പോകും, ബാക്കി 3 സാധാരണ വിറ്റ് പോവില്ല. അപ്പൊ ആ 3 സീറ്റിൽ ഇയാൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് ഇല്ലാത്ത 3 സീറ്റ് റെഡ് ബസ്സിന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 സീറ്റ് ഇവരെല്ലാ ബുക്കിംഗ് ഏജന്റിനെ പോയി കണ്ട് അങ്ങനത്തെ ഇവർ കോൺഫിഡൻസ് ഇല്ലാത്ത സീറ്റുകളുടെ എണ്ണം എടുത്ത് ഇവരിത് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ അത് വിറ്റ് തുടങ്ങി. അവരൊരു കണ്ടീഷൻ വെച്ചു, ഇനി ഞങ്ങൾക്ക് അഥവാ വിറ്റ് ഒരു സമയത്തിന് ഒരു പർട്ടിക്കുലർ ടൈം ലൈനിനുള്ളിൽ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ലേ, നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളെ കയ്യിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചെടുത്തോ, നിങ്ങൾക്ക് റിക്വയർമെന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഏജന്റുമാർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ഞാൻ അഥവാ സലീം കുമാർ പറഞ്ഞ കാര്യം, അഥവാ ബിരിയാണി കൊടുത്താലോ ബിരിയാണി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇവർ അത് എന്ത് ചെയ്തു, റെഡ് ബസ്സിന് കൊടുത്തു. ഇവര് പറയുന്നു, അതിശയം എന്ന് പറഞ്ഞാൽ മതി, ഇവരെടുത്ത് കൊടുക്കുന്ന സീറ്റുകള് ഫുൾ ഇവര് വിത്തിൻ മിനിറ്റ്സ് ഇവർ വിറ്റ് തീർക്കുകയാണ്. അങ്ങനെയാണ് ഇവർക്ക് എന്ത് ചെയ്തത്, ഈ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റുമാരടുത്തും ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്തും ഇവർക്കൊരു ഗ്രിപ്പ് വന്നു. ആ ഗ്രിപ്പ് വെച്ചിട്ട് കാരണം ഇവർ മാർക്കറ്റിൽ പുള്ളു കൊണ്ടുവരാൻ തുടങ്ങി. അത് മറ്റൊരു ക്ലാസിക് ഒരു ഇതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു സാധനം വിൽക്കണമെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ ആദ്യം ERP സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് അത് റിജക്ട് ചെയ്തു. ഇവര് മാർക്കറ്റിൽ നിന്ന് ഇവർക്ക് ബിസിനസ് കൊണ്ടുവന്ന് നടക്കാൻ തുടങ്ങി. അതായത് കസ്റ്റമറെ ഇവർ ഓൺ ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ബാക്കി ബസ് ഓപ്പറേറ്റേഴ്സിനും ബുക്കിംഗ് ഏജന്റ്സിനും ഒക്കെ ഇവര് പറഞ്ഞ ടേംസിൽ വരേണ്ടി വന്നു. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, എന്നിട്ട് നമ്മളിത് കടകളിൽ ഇങ്ങനെ വിൽക്കുക. അപ്പൊ നമ്മൾ ഡീലർ ത്രൂ, ചാനൽ പാർട്ട്നേഴ്സ് ത്രൂ, ഡീലർ ത്രൂ ആണ് വിൽക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ചാനൽ പാർട്ട്ണറുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വെക്കാൻ തന്നെ അവർ സമ്മതിക്കില്ല. നേരെ കുറച്ച് നമ്മളെ പ്രൊഡക്റ്റ് കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു പുള്ളുണ്ടെങ്കിലോ, അതിന് പുൾ മാർക്കറ്റിംഗ് എന്നാ പറയാം. നമ്മുടെ പ്രൊഡക്റ്റിന് പുള്ളുണ്ടെങ്കിൽ, കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കസ്റ്റമർ എന്ത് ചെയ്യും, ഈ ഡീലർ എന്ത് ചെയ്യും, അവര് നമ്മുടെ സാധനം ചോദിച്ചവിടെ വെക്കും. അതാണ് പുള്ള്. നമ്മളങ്ങോട്ട് കൊണ്ട് പുഷ് ചെയ്യണ്ട, നമ്മുടെ പ്രൊഡക്റ്റ് പുഷ് ചെയ്യണ്ട, അവരിങ്ങോട്ട് നമ്മുടെ സാധനം ചോദിച്ചു വാങ്ങിക്കോളും. അപ്പൊ ഇവർ ഈ സെയിം ടെക്നിക്കാണ് ഇവർ ചെയ്തത്. ഇവർ മാർക്കറ്റ് ഓൺ ചെയ്യാൻ തുടങ്ങി. ഇവർ നേരിട്ട് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്ത് പോയി, ഇവര് ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസിന്റെ അടുത്ത് പോയി, ഇവർക്ക് 2 പേർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു, അവരുടെ പ്രോസസ്സ് മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു. റെഡ് ബസ് പറയുന്നതുകൊണ്ട് ഇവർക്ക് ആ സോഫ്റ്റ്വെയർ വെക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ബസ് ഓപ്പറേറ്റേഴ്സ് ഇവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് തുടങ്ങി. ഇൻവെന്ററി, ഇവരുടെ ടോട്ടൽ പ്രോസസ്സ് ഇവർ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ പിന്നെ അവർക്ക് ഇത് ലിസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയായി. കാരണം ആ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് റെഡ് ബസ്സിലേക്ക് മറ്റേ ഇൻവെന്ററി ലിസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അങ്ങനെയാണ് പിന്നീട് അവർ ആ മാർക്കറ്റ് പിടിച്ചെടുത്തത്. അത് എന്നോ അവർ യൂണിക്കോൺ കമ്പനി ആയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 17 തന്നെ ഒരു യൂണിക്കോൺ കമ്പനി ആയതാണ്. ഇപ്പോ അവരുടെ പ്രൊഡക്റ്റ് പിന്നെ മേക്ക് മൈ ട്രിപ്പ് അക്വയർ ചെയ്തു. അത് വലിയ ഒരു എമൗണ്ടിനാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 50,000 കോടി രൂപയോളം, $136 മില്യൺ എന്നാണ്. ഞാനത് കണക്കൂട്ടിയപ്പോൾ എനിക്ക് 1 ലക്ഷം കോടിയുടെ അടുത്ത് വാല്യുവേഷൻ കണ്ടു. അത്ര വാല്യുവേഷൻ ഉണ്ടോ അത് എന്റെ കണക്ക് തെറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വലിയ വാല്യുവേഷൻ ഉണ്ട്. യൂണിക്കോൺ കമ്പനി ആയി എന്നുള്ളത് ഞാൻ 2016 17 ഞാനിത് ഫോളോ ചെയ്യുമ്പോൾ മുതൽ, നമ്മളിത് വായിക്കുമ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ്. എന്തായാലും അവര് ഇന്ന് വലിയൊരു ജയന്റ് ആണ്. ഇന്നോവേഷൻ, ഇതിനകത്തൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്ന്, അതായത് നിങ്ങൾ ഇന്നോവേഷൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊരു സാധനം വാങ്ങുന്നു, നമുക്ക് പിന്നെ ബസ്സിൽ ടിക്കറ്റ് വേണം. ഈ ബസ്സിൽ ടിക്കറ്റ് നമ്മൾ സാധാരണ പണ്ട് ചെയ്തിരുന്നത് ഈ ട്രഡീഷണൽ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിൽ പോയിട്ട് എടുത്തിരുന്നത്. അത് നമ്മൾ വേറൊരു വഴിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേറൊരു മെത്തേഡിൽ ബുക്ക് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ട്, ഒട്ടും പെയിൻഫുൾ അല്ലാണ്ട് വളരെ
ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്നോവേഷൻ. ഇവിടെ അവരുടെ ഈ സിസ്റ്റത്തിനകത്ത് പ്രോഡക്റ്റിന് നീഡ് അവിടെ അതുപോലെ ഉണ്ട്. ഇപ്പൊ പണ്ടും എനിക്ക് ടിക്കറ്റ് വേണം, ഇപ്പോഴും എനിക്ക് ടിക്കറ്റ് വേണം. അതുകൊണ്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ ഈ ടിക്കറ്റിന് പകരം വേറെ എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആവശ്യം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം ഇന്റർനെറ്റ് യുഗത്തിലും ഇന്റർനെറ്റിന് മുമ്പുള്ള യുഗത്തിലും ഒക്കെ ഒന്ന് തന്നെ. എനിക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം വേണം. പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം, എനിക്ക് യാത്ര ചെയ്യണം. അതിന് ആ ആവശ്യം അവിടെ മാറിയിട്ടില്ല. ആ ആവശ്യത്തിനെ ഞാൻ നിറവേറ്റുന്ന രീതി മാത്രമാണ് മാറിയത്. ആ നിറവേറ്റുന്ന രീതി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതിലൊരു പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും രീതിയിൽ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് സോൾവ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഈസി ആവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്നതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. റെഡ് ബസിന്റെ കേസിൽ ഓൺടർപ്രണർഷിപ്പിന്റെയും ഇന്നോവേഷനിലൂടെ ഒരു ഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഈ ഒരു റെഡ് ബസ് കൊണ്ടുവന്നോട് കൂടിയിട്ട് അവരുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും അവർ കിൽ ചെയ്തു. കാരണം ഈ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന മെത്തേഡ് അല്ല ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഡിഫറൻസിയേഷൻ ആണ് അവിടെ വന്നത്. അത് മാത്രമല്ല ഒരു വൈഡർ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ പറ്റി എന്ന് മാത്രമല്ല, ഓരോ ടിക്കറ്റ് ബുക്കിംഗ്, ഓരോ പ്രദേശത്തെ ബുക്കിംഗ് ഏജന്റിന്റെ കസ്റ്റമേഴ്സിലേക്ക് വരെ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റി. അപ്പൊ അൾട്ടിമേറ്റ്ലി അവര് കോമ്പറ്റീഷനെ അവർ ശരിക്കും കില്ല് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോ റെഡ് ബസിനെ കോപ്പി ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും അന്ന് ആ കാലത്ത് ഭയങ്കര ഇന്നോവേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അവർ പുതിയ മാർക്കറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു വസ്തുത. പുതിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻ എ സെൻസ് അവർക്ക് പരമ്പരാഗത ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പുതിയൊരു വലിയ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ആയി ടിക്കറ്റ് ബുക്കിംഗ് ഇൻഡസ്ട്രീനെ അവർ മാറ്റി എന്നുള്ളതാണ്. ഇതിന് നമ്മൾ മറ്റൊരു ആംഗിളും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പൊതുവിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്താൽ, നമ്മൾ മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അനുകൂലമായ ഒരു ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. നമ്മുടെ ടോട്ടൽ ഇക്കോസിസ്റ്റം തന്നെ മാറി മറിയുന്നുണ്ടായിരുന്നു. ഒന്ന് ഇന്റർനെറ്റിന്റെ പെനിട്രേഷൻ, സ്മാർട്ട് ഫോണിന്റെ പെനിട്രേഷൻ. നമ്മൾ വീട്ടിലാണെങ്കിലും പണ്ടത്തേനെ അപേക്ഷിച്ച് നമുക്ക് ഇന്റർനെറ്റ് കിട്ടാനുള്ള സൗകര്യം, എബിലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. പെട്ടെന്ന് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമായിരുന്നു. എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ട്. ഇപ്പൊ ടിക്കറ്റ് ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ഇക്കോസിസ്റ്റം ചേഞ്ച് ആയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നതിന് ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. കാരണം പ്രധാനമായിട്ട് ഇന്ത്യൻ റെയിൽവേ അന്ന് ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ IRCTC ഒക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബസ്സിലേക്കും അതിനെ കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് അതിനൊരു അവിശ്വസനീയത ഇല്ല. നേരെമറിച്ച് മാർക്കറ്റ് ഒരുപാട് ട്രെൻഡ് വരുന്നതിന് മുമ്പേ ഒരു ഫസ്റ്റ് മൂവർ ആയിരുന്നെങ്കിൽ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടി അവരുടെ സൈഡിൽ നിന്ന് വരുമായിരുന്നു. പക്ഷെ ഇവരെ കേസിൽ റൈറ്റ് ടൈം ആയിരുന്നു. IRCTCയും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങും ഒക്കെ കറക്റ്റായി മാർക്കറ്റിൽ പ്ലേസ് ചെയ്ത് ആളുകൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഇവർ ഈ റെഡ് ബസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അപ്പൊ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ അത് ഏറ്റവും അടിപൊളിയായിരിക്കും. ഇന്നോവേഷൻ വേണം. ഇന്നോവേഷനിലൂടെ നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മുടെ ടോട്ടൽ ഇക്കോസിസ്റ്റം അതിന് റൈപ്പാണോ എന്നുള്ളത് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇന്ന് റെഡ് ബസ് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന, എന്നെയൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ബിസിനസ് ആണ്. നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസിനെ അനലൈസ് ചെയ്യാൻ, ഫെയിലിയർ സ്റ്റോറീസും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്നാൽ നമുക്ക് വലിയ മോട്ടിവേഷൻ ആണ് ഇതുപോലത്തെ വീഡിയോസ്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും പഠിക്കാനും ഒക്കെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ.